بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أما بعد أعوذ بالله من الشيطان الرجيم. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا. من സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിവേദക സംഘങ്ങളായ ഉംറയ്ക്ക് വേണ്ടി വന്ന അതിഥികളെ, മറ്റു ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർദ്ധിക്കാൻ ഓരോരുത്തരും സദാ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനുള്ള റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപദേശങ്ങൾ എന്നിട്ട് കേൾക്കുന്ന ഭാഗങ്ങളെ പകർത്താൻ ശ്രദ്ധ ചെലുത്തുക. അതിനുള്ള റബ്ബ് തൗഫീഖ് നൽകട്ടെ. അഞ്ചൊക്കെ നമസ്കാരം അതാത് സമയത്ത് പള്ളിയിൽ വെച്ചിട്ട് തന്നെ പുരുഷന്മാർ നമസ്കരിക്കൽ നിർബന്ധമാണ് എന്ന ബാധ്യത ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇസ്ലാം നിർണയിച്ച നിർബന്ധിപ്പിച്ച പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി നിന്നുകൊണ്ട് അഞ്ചൊക്കെ നമസ്കാരം കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ച റബ്ബിനെ പ്രീതിപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ പല വിഷയങ്ങൾ പല ആഴ്ചകളിലായി 3 ഖുത്ബ 3 മിമ്പറിന്റെ മീതെ നടക്കാറുള്ളതിനെ ചർച്ച ചെയ്യാറാണ് പതിവ്. അതനുസരിച്ച് ഇന്ന് യഥാർത്ഥത്തിൽ ഡോക്ടർ സുഅദ് ശുറൈം മക്കയിൽ ഖുത്ബ ഓതിയതായ സബ്ജക്ട് അത് നമുക്കെല്ലാവർക്കും എല്ലാ സന്ദർഭത്തിലും ഓർത്തുകൊണ്ട് ഇരിക്കേണ്ടതായ ഒരു മഹാ പ്രാധാന്യം നൽകുന്നതായ സബ്ജക്റ്റാണ് ആഫിയത്ത്. അതിനെ സംരക്ഷിക്കുക എന്നതാണ്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു മുസ്ലിമിന് ചെയ്തു തരുന്നതായ അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഇസ്ലാം ആണ്. ഇസ്ലാം ആവുക, ഒരു മനുഷ്യൻ മുസ്ലിം ആവുക എന്നത് അത് അനുഗ്രഹങ്ങളിൽ മഹാ അനുഗ്രഹമാണ്. റസൂലുള്ളാഹിനെ മുമ്പിൽ വെച്ചിട്ട് മഹാ സേവനങ്ങൾ അർപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഖന്തഖ് യുദ്ധത്തിൽ കിടന്നു കുഴിച്ചുകൊണ്ടേയിരിക്കുന്ന വേളി, അതുപോലെ ചില യുദ്ധങ്ങളിൽ ബുഖാരിയിൽ ഉള്ളതുപോലെ നമുക്കറിയാം സഹാബാക്കൾ നബിയുടെ വേക്കിൽ നിന്നിട്ട് പറയാറുണ്ടായിരുന്നു, വല്ലാഹി ലൗല അല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖദാമ ഇദ് ലാഖൈനാ ഇന്നൽ ഉലാ ഖദ് ബഗൗ അലൈനാ ഇദാ അറാദു ഫിത്നതൻ അബൈനാ അബൈനാ അബൈനാ. ഇത് എല്ലാവരും സമ്മതിച്ചുകൊണ്ടേയിരിക്കുന്ന സമ്മതിക്കുക എന്നത് നിർബന്ധ ബാധ്യതയായ ഒരു കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നാം ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയവരാവുകയില്ലായിരുന്നേനെ. നാം ഈ നമസ്കരിക്കുന്നവരായിരിക്കില്ല. എന്താ ഒരു പ്രത്യേക ബന്ധം പറയാറുണ്ട്, അമേരിക്കക്കാരെക്കാളും കൂടുതൽ ബന്ധം ഇന്ത്യക്കാരെക്കാളും കൂടുതൽ ബന്ധം സൗദികൾക്ക് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാറില്ലല്ലോ. നമുക്ക് അങ്ങനെ വല്ല അവകാശപ്പെടാനുണ്ടോ? ഞാൻ ഇത്ര വലിയ മുസ്ലിം തറവാട്ടിൽ ജനിച്ച് എന്നെ അല്ലാഹു മുസ്ലിമാക്കിയില്ലെങ്കിൽ, എന്നെ സ്വർഗ്ഗത്തിൽ കടത്തിയില്ലെങ്കിൽ എന്ന് പറയാനുണ്ടോ? ഇല്ല. എല്ലാം യമുന്നൂന അലയ്യ അൻ അസ്ലമൂ യമുന്നൂന അലൈക അൻ അസ്ലമൂ ഖുൽ ലാ തമന്നൂ അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു
യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി എന്ന് റബ്ബ് പറഞ്ഞതുപോലെ അവര് നിങ്ങളോട് വേണ്ടി പറയുകയാണ്, ഞങ്ങൾ മുസ്ലിമായില്ലേ എന്ന്. അള്ളാഹു പറയാണ്, നിങ്ങൾ അവരോട് പറയൂ, അള്ളാഹുവാണ് നിങ്ങളെ മുസ്ലിമാക്കിയത് എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ നമുക്ക് ഈ ഇസ്ലാമാകുന്ന ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടാൻ സാധിച്ചു. നാം ഉദ്ദേശിച്ചിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്, നാം ഉദ്ദേശിക്കുന്ന സമയത്തല്ല പോവുക, നാം ഉദ്ദേശിച്ച പോലെയല്ല ജീവിക്കുക എന്നതൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പരിസരത്തുള്ളത് സകലം അള്ളാഹുവിന്റെ അമത്താണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ധാരാളം ചൊരിഞ്ഞു കഴിഞ്ഞു, ഇനിയും ചൊരിയാൻ ബാക്കിയിട്ട് ഇതിനെല്ലാം ഇരയായ നാം ഏറ്റവും വലിയ നിഅമത്തായിട്ട് പരിഗണിക്കേണ്ടത് ഇസ്ലാം. ഒരു മുസ്ലിം, ഞാൻ മുസ്ലിമാണല്ലോ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. അല്ലാഹ് ഹിദായത്തിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് മുസ്ലിമാണെന്ന് പറയാൻ ചാൻസ് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹിയെ ഏറ്റവും അടുത്ത നബിയുടെ സ്വന്തം കുടുംബ മെമ്പറായ, നബിയുടെ കുടുംബത്തിൽപ്പെട്ട, സയ്യിദ് കുടുംബത്തിൽപ്പെട്ട, ഹാഷിം കുടുംബത്തിൽപ്പെട്ട, സയ്യിദ് കുടുംബം മാത്രമല്ല ഹാഷിം കുടുംബത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന, ലോകത്തിൽ അല്ലാഹ് സൃഷ്ടിച്ച കുടുംബങ്ങളിൽ ഏറ്റവും ഉയർന്ന കുടുംബമാണെന്ന് ഹാഷിം കുടുംബം, റസൂൽ ജനിച്ച കുടുംബം. ആ കുടുംബ മെമ്പർമാരിൽ നിന്നിട്ട് വരെ നരകത്തിൽ പോകുന്നവരുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ഒരു വ്യക്തിയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് റബ്ബ് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്ത് കാരണത്താൽ? ദീനില്ലാത്തത് കാരണത്താൽ. എന്ത് കാരണത്താൽ? ഹിദായത്ത് കിട്ടാത്തത് കാരണത്താൽ. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ നിയമത്തിന്റെ വണ്ണം, ഈ നിയമത്തിന്റെ വൈറ്റ് മനസ്സിലാക്കാൻ പറ്റുക. ഏത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദാത്തിനെ മാത്രം സ്നേഹിച്ച, റസൂലുള്ളാഹിന്റെ ആദർശത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാറുണ്ട്. പ്രത്യേകിച്ച് ഹാജിമാർ അല്ലെങ്കിൽ ഉംറക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ത്? നാം റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് റസൂലുള്ളാഹിന്റെ ദാത്തിനെയല്ല, ദാത്തിനെ മാത്രമല്ല, മറിച്ച് ആദ്യമായിട്ട് സ്നേഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിനയുടെ മകനായതുകൊണ്ടല്ല, അബ്ദുള്ളയുടെ മകനായതുകൊണ്ടല്ല, മക്കയിൽ ജനിച്ചതുകൊണ്ടല്ല, മദീനയിലേക്ക് വന്ന് പ്രബോധനം ചെയ്തതുകൊണ്ടല്ല. ഇതൊന്നുമല്ല റസൂലുള്ളാഹിയുടെ പ്രത്യേകത നാം മനസ്സിലാക്കുന്നത്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പോൾ അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്ന അല്ലാഹുവിന്റെ ദൂതരാണ്. അല്ലാഹു ഏൽപ്പിച്ച അവരിൽ അർപ്പിച്ച ആ ബാധ്യത ഇവിടെ നിർവഹിക്കുകയാണ്. അവരിലൂടെയാണ് നമുക്ക് മുസ്ലിമാവാൻ പറ്റിയത്, അവരിലൂടെയാണ് നമുക്ക് ഹിദായത്ത് കണ്ടെത്താൻ പറ്റിയത് എന്ന രൂപത്തിൽ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ല ആര്? അബൂ താലിബ്. അതുകൊണ്ട് അബൂ താലിബ് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം 40ഓളം വർഷം ബാപ്പാക്ക് വാപ്പ, ളാപ്പാക്ക് ളാപ്പ, മൂത്തപ്പാക്ക് മൂത്താപ്പ, ഉമ്മാക്ക് ഉമ്മ എല്ലാമായി സേവനം അനുഷ്ഠിച്ചതായ ഒരു വ്യക്തിത്വമാണ്. നമുക്ക് പരിചയമുണ്ട്, കേട്ട് പലപ്പോഴും പരിചയമുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള വിഷയം പറയുമ്പോൾ പറയേണ്ടി വരുന്നു. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലാമത്തു ഔ ഹദാഉ മസബ്ബത്തിൻ ലവജദതനി സംഅൻ ബിദാക മുബീനാ വല്ലാഹി ലം യസിലു ഇലൈക ബിജംഇഹിം ഹത്താ വസദ ബിത്തുറാബി നബീനാ. അദ്ദേഹം പാടിയ പാട്ടിൽപ്പെട്ടതാണ്. കാരണം അദ്ദേഹം കവിയായിരുന്നു. അദ്ദേഹം പറയുന്നത് എനിക്കറിയാം എന്ന്, നീ കൊണ്ടുവന്ന മതം നല്ല മതമാണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. ഫിറോക്ക് അറിയാം, ഊജലിനറിയാം, എല്ലാവർക്കും അറിയാം, കോഷിനറിയാം, അതുപോലെ തന്നെ ശേഷം വന്ന ആൾക്കറിയാം, മുമ്പ് വന്ന എല്ലാവർക്കും അറിയാം. അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ അതുകൊണ്ട് വിശ്വസിക്കണം, അത് അംഗീകരിക്കണം, അതിൽ വിശ്വാസം വേണം, അതിൽ പ്രീതി അറിയണം. അതാണ് അവിടെയാണ് ചേഞ്ച് വരിക, സത്യവും അസത്യവും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായ ആ അബൂ താലിബ് നരകത്തിലാവുന്നു. എന്തുകൊണ്ട്? മുസ്ലിം അല്ലാത്തതുകൊണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, എന്റെ ചെറിയ ഓർമ്മ അനുസരിച്ചിട്ട്, എന്നെ പൊക്കി പറയുന്നല്ല, 42 വർഷം മുമ്പ് ആജിയാരായിട്ടാണ് ഞാൻ മക്കയിലേക്ക് കടന്നു വന്നത്. ആജിയാരായിട്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ അക്കൂട്ടത്തിൽ മക്കയിലുള്ളതായ ഖബർസ്ഥാനത്തിലേക്ക് എത്തി. ആ സന്ദർഭത്തിൽ കൂടെയുള്ളതായ അന്നുള്ള മുത്തവഫിന്റെ സ്വഭാവം, മുത്തവഫ് കൂടെ വരും, ഹാജിമാരുടെ കൂടെ വരും. മുത്തവഫ് പറഞ്ഞാൽ അന്ന് മുത്തവഫാണ്, ഇന്നുണ്ടോ അറിയില്ല, അല്ലാഹു അഅലം. ആ മുത്തവഫ് കൂടെ വരും. മുത്തവഫ് പറഞ്ഞതാണ് ഇന്നതാണോ. ഞാൻ ചോദിച്ചു എന്താ ആകട്ടെ, പറഞ്ഞു. അതിനപ്പുറമോ പറഞ്ഞു അത് മുസ്ലിംകളിലെ ഖബറുള്ള സ്ഥലമാണ്. ഞാൻ ചോദിച്ചു ആരാ മുസ്ലിംകൾ? പറഞ്ഞു അബൂ താലിബും അതുപോലെയുള്ള ആളും മരിച്ചു കിടക്കുന്ന സ്ഥലമാണ്, അത് പ്രോഹിബിറ്റഡാണ്, അവിടെ കടക്കാൻ പാടില്ല, നിരോധിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് തടസ്സം അവിടെ വില കെട്ടിയിട്ടുള്ളത്, മതിൽ കെട്ടിയിട്ടുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. എന്തുകൊണ്ട്? അവരുടെ കാര്യത്തിലല്ല, ഈ അങ്ങനെ നിൽക്കുന്ന 3000 നാഴികയോ എത്രയോ നാഴിക അകലെ നിൽക്കുന്ന 5 മണിക്കൂർ ഓടിയിട്ട് പ്ലെയിൻ ഓടിയിട്ട് എത്തിയതായ ആ കടലിന് അപ്പുറമുള്ളതായ നാട്ടിൽ, ആ മുസ്ലിംകൾ ബഹുഭൂരിപക്ഷമുള്ള നാട്ടിൽ ജീവിക്കുന്ന എനിക്ക് ധൈര്യസമേതം ഞാൻ മുസ്ലിമാണെന്ന് പറയാനുള്ള ഭാഗ്യം എനിക്ക്
ചൊല്ലിയിരിക്കേണ്ടതായ അല്ലാഹുവിന്റെ വളരെ വൈറ്റുള്ളതായ ഒരു വാക്യമാണ് നാം മുസ്ലിം ആവുക എന്നത്. അത് തന്നെ മതി നമുക്ക് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കാൻ, അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ. പിന്നെ മാറ്റൂ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരുന്നതായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റുന്നതല്ല, ക്ലിപ്തമാക്കാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ കൂടെ വല്ല അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ഫായ്ദ ഒപ്പിക്കും? ഉമൂമിനെ ഫായ്ദ ഒപ്പിക്കും. ഏത് നിഅമത്ത്, ഏത് ചെറുത് വലുതായ നീ കാണുന്ന കാഴ്ച, നടക്കുന്ന നിന്റെ കിഡ്നി, നിന്റെ ക്രിയാസ്, നിന്റെ ഹൃദയം, എല്ലാം എന്റെ അനുഗ്രഹം മാത്രമാണ്. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന വിഷയമാണ് റിയാദ് ഇമാം ഇവിടുത്തെ ചീഫ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് ഇന്ന് പ്രസംഗിച്ചത്. ആ അനുഗ്രഹങ്ങൾ എണ്ണിക്കൂട്ടത്തിൽ ഇന്നത്തെ ആധുനിക ഇലക്ട്രോണിക്കലായിട്ട് വളരെ പുരോഗതി പ്രാപിച്ചതായ മൊബൈൽ എന്ന വിഷയമാണ് റിയാദിൽ ഇന്ന് ഇവിടുത്തെ റേഡിയോ പ്രക്ഷേപണം ചെയ്തതായ ഖുതുബയിൽ നടന്നതായ ചർച്ച ചെയ്തതായ വിഷയം. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം മൊബൈലിന് എല്ലാ തിന്മയ്ക്ക് കാരണമായി തീരുന്ന ഒരു സാധനമാണ്. അത് ഒരു സബ്ജക്റ്റായിട്ട് തന്നെ പറയാൻ മാത്രമുണ്ട്, ഒരു മൗദൂആയിട്ട് തന്നെ വിവരിക്കാൻ മാത്രമുണ്ട് എന്നതാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു നിഅമത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നത് ഏറ്റവും വലിയ നിഅമത്തായ അല്ലാഹു നമ്മെ മുസ്ലിമാക്കി എന്ന ആ നിഅമത്ത് മാത്രം നാം ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ടേ, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേ, തഹ്ലീൽ ചൊല്ലിക്കൊണ്ടേ, അക്കൂട്ടത്തിൽ ദുനിയാവും കൂടി വേണം. അതിന് അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് രണ്ടാമത്തെ നിഅമത്താകുന്ന ആഫിയത്ത്. മക്ക ഇമാം ഡോക്ടർ ഷുറൈം ഇന്ന് സംസാരിച്ചതായ വിഷയം, ഷുറൈം ഇന്ന് സംസാരിച്ച വിഷയം എന്താണ്? ആഫിയത്ത് എന്ന നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്കല്ല എല്ലാവർക്കും നൽകുന്നത് ആഫിയത്ത്. മുസ്ലിങ്ങൾ ഏത് സമയത്തും സ്മരിച്ചുകൊണ്ടേയിരിക്കേണ്ടതായ ഒരു മഹാ അനുഗ്രഹമാണ് ആഫിയത്ത്. ആഫിയത്തില്ലെങ്കിൽ ഇവിടെ എന്തോ ഉംറക്കാര ഇല്ല, ഉംറക്കാരില്ല, ഉംറക്കാരനും ഉംറക്കാരും അപ്രകാരം മദീനയിൽ താമസിക്കുന്ന എന്റെ സദസ്സിലിരിക്കുന്ന മലയാളികളും നാം എന്തുകൊണ്ട് ഇവിടെ വരുന്നു? ഞാൻ പറയാറുണ്ട്, സാധാരണ ആഫിയത്തിന് വിപരീതമായ രോഗം പിടിക്കുക എന്നത് മാത്രമല്ല, പിന്നെയോ ആഫിയത്ത് ജീവിതത്തിൽ എന്ത് കിട്ടുക? മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ബദനിഹി വമഅഹു ഖൂതു യൗമിഹി فكأنما سيقت له الدنيا بحذافيرها. نبينا محمد رسول الله. അതാണ് ആഫിയത്ത്. എന്നല്ലാതെ ഒരു രോഗമില്ലാതിരിക്കുക എന്നതല്ല, ആരോഗ്യമുണ്ടാവുക എന്നത് മാത്രമല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. ഇത് വളരെ പ്രാധാന്യമാണ്. ഇത് ആഫിയത്ത് ലഭിക്കുക. ആഫിയത്ത് വീട്ടിൽ കള്ളം കയറാതിരിക്കുക, വീട്ടിലെത്താതിരിക്കുക, വീട്ടിലേക്ക് ശത്രുക്കൾ വരാതിരിക്കുക, നമുക്കും ശത്രുക്കൾ ഉണ്ടാവാതിരിക്കുക, നാം ജീവിക്കുന്ന അന്തരീക്ഷം വളരെ സുരക്ഷിതത്വമുള്ളതായി മാറുക, അമ്പുള്ളതായി മാറുക. മക്കയിൽ അമ്മില്ലാത്തതായ സ്ഥലമായിട്ട് ശിർക്ക് നടമാടിയ കാലഘട്ടത്തിൽ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച കാലഘട്ടത്തിൽ, മക്കക്കാർ അല്ലാഹു അല്ലാത്ത ബിംബങ്ങൾക്ക് ആരാധനകളും പ്രാർത്ഥനകളും അറവുകളും നൽകിയതായ കാലഘട്ടത്തിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പസമയം എന്ത് സംഭവിച്ചു? അവിടെ പ്രയാസം ഉണ്ടാക്കി കൊടുത്തു, അവിടെ പരിശോധന ഉണ്ടാക്കി കൊടുത്തു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ വിടേണ്ടി വന്നതായ സംഭവം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആജിമാരോട് അഥവാ ഉംറയ്ക്ക് വേണ്ടി വന്നവരോട് പ്രത്യേകം ഉണർത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഈ നാട്ടിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? ആരോഗ്യത്തിന് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും മാത്രമല്ല, പിന്നെയോ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മക്ക ഇമാം ചർച്ച ചെയ്ത ആഫിയത്ത് ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. റസൂൽ പറയുന്നു, അല്ലാഹുമ്മ റബ്ബേ, എന്ത് വേണം? മദീനയിൽ പ്ലാഗ് രോഗം വേണ്ട, പകർച്ചവ്യാധി രോഗം വേണ്ട, രോഗങ്ങൾ നിട്ട് മുക്തമുള്ള നാടാക്കി മാറ്റണം. കാരണം ഇതിനു വേണ്ടി ഹിജ്റ ചെയ്തു വന്ന ഈ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടുമ്പോൾ അതിൽ ആദ്യത്തെ മെമ്പർഷിപ്പ് നേടിയ മഹാത്മാക്കളല്ലേ ഇവിടെ ജീവിക്കുന്നത്. അവർ പ്രയാസപ്പെടാൻ, അവർ പരിപിടിച്ചു കൂടാൻ പറ്റില്ല. അവർക്കിവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവരിവിടെ മത്സരിക്കേണ്ടതുണ്ട്, അവർക്കിവിടെ പോരാടേണ്ടതുണ്ട്, അവർക്കിവിടെ ധാരാളം ജോലികൾ ചെയ്യേണ്ടതുണ്ട്. അവർ രോഗം പിടിച്ചു കിടക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മദീന രോഗം പിടിക്കുന്ന നാടായി
രീതികൾ. ഒന്ന്, ഈമാനിന്റെ ആദർശത്തിന്റെ സംരക്ഷണം. അത് സന്ദർശകർ നിങ്ങൾ കണ്ടു കാണാം. ഇവിടെ സാധാരണ ക്ലാസ് കേൾക്കാറുള്ളവർ ക്ഷമിച്ചു കേൾക്കുക, അല്ലെങ്കിൽ പഠിപ്പിനെ പുതുക്കുക. ഏത് മദീനയുടെ മെയിൻ കവാടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ബോർഡ് എഴുതി വെച്ചതായിട്ട് കാണാം. തബൂക്കിൽ നിന്ന് വരുമ്പോൾ കാണാം, മക്കയിൽ നിന്നിട്ട് വരുമ്പോൾ കാണാം, റിയാദിൽ നിന്ന് വരുമ്പോൾ കാണാം, എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കാണാം. എന്താണ് അവരോട് എഴുതിയിട്ടുള്ളത്? അൽ മദീനത്തു ഹറം. മദീന പവിത്രതയുള്ള ഭൂമിയാണ്, സാധാരണ ഭൂമിയല്ല. വരുന്നവരോട് പറയും പോലെ ഒരു വേറൊരു ചെറിയ ഉപബോർഡ് കാണുന്നുണ്ട്, മുസ്ലിങ്ങൾക്കുള്ള റോഡാണിത്. അപ്പോൾ നീ മുസ്ലിമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തോടുക്ക കണ്ണുനീരൊലിക്കാം. കണ്ടില്ലേ, എനിക്ക് അന്തസ്സോടെ ഈ നാട്ടിൽ കിടക്കാൻ പറ്റിയല്ലോ. ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ശിർക്ക് ചെയ്യുന്നവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ ശിർക്കുകളോട് തുല്യപ്പെടുത്തുന്ന, കാശിക്കുന്ന, മുദ്രിക്കുന്ന മനുഷ്യന്മാരെ, വ്യക്തികളെ, വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഈ നാട്ടിൽ പ്രവേശനമില്ല എന്നല്ലേ എത്തി കാണുന്നത് എന്ന് അത് ഓർക്കാൻ പാഠം നൽകും. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന വലിയ അക്ഷരമാണ് എന്ത്? അൽ മദീനത്തു ഹറം. മദീന പവിത്രതയുള്ള ഭൂമിയാണ്, ബഹുമാനിക്കപ്പെടേണ്ട ഭൂമിയാണ്. മാ ബൈന ഐനിൻ വ സൗർ, ഐൻ വ സൗർ എന്ന രണ്ട് പർവ്വതങ്ങളിനിടയിൽ മൻ അഹദത ഫിഹാ ഹദതൻ. പവിത്രത എതിലൂടെ വരുന്നു? അവിടെ അല്ലാഹുവിന്റെ സുന്നത്ത്, അല്ലാഹുവിന്റെ ചെറിയ നടപ്പാക്കലിലൂടെ വരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നടപ്പാക്കലിലൂടെ വരുന്നു. മൻ അഹദത ഫിഹാ ഹദതൻ, അവിടെ ആരെങ്കിലും ദീനിലില്ലാത്ത ബിദ്അത്തുകൾ ചെയ്താൽ, അനാചാരങ്ങൾ ചെയ്താൽ, തോന്നിവാസങ്ങൾ ചെയ്താൽ, അത് എന്തായിരുന്നാലും വിരോധമില്ല. ജന്മദിനാഘോഷമാവട്ടെ, മരണദിനാഘോഷമാവട്ടെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാവട്ടെ, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കലാവട്ടെ, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് ഏതെങ്കിലും ആരാധനകളുടെ ഇനങ്ങൾ സമർപ്പിക്കലാവട്ടെ, അല്ലെങ്കിൽ ഏത് ചെറുതു മുതൽ വലുത് വരെ, ചെറിയ വലുതെന്ന് നമുക്കറിയാവുന്ന ശിർക്ക്, ചെറുതെന്ന് ഹാപ്പി ബർത്ത്ഡേ യു എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുതിരി കെട്ടിക്കാം. എന്തിന്റെ പേരിൽ? അവർ കാട്ടുന്നത് നമ്മൾ കാട്ടാണ്, അവർ ഓടിയതുപോലെ നമ്മൾ ഓടും, അവർ ചാടുമ്പോൾ നമ്മൾ ചാടും. റസൂൽ പറഞ്ഞതുപോലെ ഉടുമ്പിന്റെ മാളത്തിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും കടന്നാൽ പോലും നിങ്ങൾ കടക്കും. അത് എത്ര നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാവാൻ പെരിച്ചായി ഉടുമ്പല്ല വെച്ചായി കേട്ടാ, പെരിച്ചായി ഉണ്ടാക്കുന്നത് പോലെയുള്ള മാളാണ് ആരുടെ? ഉടുമ്പിന്റെ മാളം. അപ്പൊ എത്ര പ്രയാസമുണ്ടെങ്കിലും പ്രയാസത്തിൽ എന്നിട്ട് കടക്കും എന്നതുപോലെ അവരെന്ത് കാട്ടതുപോലെ ഞാൻ കാട്ടാണ്. ചിലപ്പോ സൗകര്യം ഞാൻ പറയാറുണ്ട്, എന്ത് നമ്മൾക്ക് വെബേ എന്ന രൂപത്തിൽ ഭക്ഷണം എങ്ങനെയെങ്കിലും തിന്നാൻ വേണ്ടി തിന്നോ എന്ന ഫ്ലാറ്റും സ്പൂണൊക്കെ കൊടുക്കാറുണ്ട്. അതേ സമയത്ത് ആവശ്യമില്ല, റൂമിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്, കസാലയുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, ഇതൊക്കെ സൗകര്യമുള്ളതോടുകൂടി എന്തിനാ നീ ബെഹേ? എന്തിനാ ബെഹേ? അതാണ് ആ മുസ്ലിങ്ങൾ കാട്ടി ഫ്രഞ്ചുകാർക്ക് ബെഹേ, നമ്മൾക്കും ബെഹേ. അങ്ങനെയാണ്. അത് അസൗകര്യം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു റൂം മാത്രമേ ഉള്ളൂ. ഒരു നാം വിളിച്ചവരെ ക്ഷണിക്കപ്പെട്ടവർ 10-30 ആളുണ്ട്, 30 ആൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാം? എല്ലാവരും കയ്യിലേക്ക് ഫ്ലാറ്റ് കൊടുത്തിട്ട് എന്നല്ലാതെ തിന്നേണ്ട പോരാതാണ്. ഖുർആനിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ കത്ത് വന്ന സംഗതി പറയാണ് ഖുർആനിൽ. എന്നിട്ട് പറയാണ്, അതിഥികളെ ഇരുത്തി അവർക്ക് ഭക്ഷണം സമർപ്പിച്ചു. എന്നിട്ട് തിന്നോടി എന്ന് പറഞ്ഞു. തിന്നോടി എന്ന് പറയണം, തിന്നിപ്പിക്കണം. ഇതൊക്കെ അതിഥികളോട് കാട്ടുന്ന വ്യതിയാനം. ക്ഷതത്വം കൂട്ടാക്കാതെ എന്ത് ചെയ്യുന്നു? സ്ത്രീകൾ കാട്ടിയത് കൊണ്ട് നാം കാട്ടുന്നു. അതുപോലെ അത് കെട്ടാണെങ്കിലും വട്ടാണെങ്കിലും എങ്ങനെയായാലും ഇത് കെട്ടുന്നല്ലേ, ഈ മറ്റേ മുടിക്കെട്ട്, മുടി കട്ട് ചെയ്യുക, എന്താണെങ്കിലും വിരോധമില്ല. ചുരുക്കത്തിൽ റസൂലുള്ളാഹി പറയുന്നു, ഏതെങ്കിലും ഒരു ദീനിലില്ലാത്ത ചടങ്ങുകൾ ദീനിന്റെ പേരിൽ വല്ലതും ഈ ഭൂമിയിൽ ഉണ്ടാക്കിയാൽ വരുന്നവർക്ക് മുഴുവൻ പാഠമാണ്. ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ടും മദീനയിലേക്കും മക്കയിലേക്കും വന്നുകൊണ്ടേയിരിക്കുന്ന മുസ്ലിം ലോകത്തിന്റെ പാഠമാണ്. മറ്റുള്ളവർക്ക് മാതൃകയായി മാറാൻ പോകുന്ന സന്ദർശകർക്ക് പാഠമാണ് എന്ന്, ഞാൻ പോയ ഭൂമി പഠിപ്പിച്ച പാഠമാണ് എന്ന്. നമ്മുടെ മതത്തിൽ കരിഞ്ചന്തയില്ല, നമ്മുടെ മതത്തിൽ കരിഞ്ചന്ത കൂട്ടാൻ പാടുള്ളതേ അല്ല. ബിദ്അത്ത് പാടുള്ളതല്ല. അള്ളാഹുവിന് ശുദ്ധികളോട് മഹാകോപമാണ്. ആരേക്കാൾ? വ്യഭിചരിച്ച വ്യക്തിയേക്കാൾ. ആരോട്? ദീനിലില്ലാത്ത ബിദ്അത്ത് ചെയ്തവരോട്. അറിയാമോ എന്തുകൊണ്ട്? ദീനിലില്ലാത്ത ഒരു കാര്യം ദീനിലുള്ളതാണെന്ന് പറഞ്ഞ് ജന്മദിനാഘോഷമോ മരണദിനാഘോഷമോ എന്താണെങ്കിലും വിരോധമില്ല. ചെയ്യുമ്പോൾ ദീനിലില്ലാത്തത് ദീനാക്കി മാറ്റി ഇത് ദീനാണെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം അല്ലാഹ് നിനക്ക് തന്നില്ല, എനക്കാ തരുന്നത് എന്ന് പറയുമ്പോലെയാണ്. മനസ്സിലായില്ലേ?
ഇബാദാതു തൗഖീഫിയ്യ. അൽ ഇബാദാതു തൗഖീഫിയ്യ, എല്ലാ ആരാധനകളും തൗഖീഫിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ റോട്ടിൽ നിന്നിട്ട് ഉപ റോട്ടിലേക്ക് വിട്ട് കിടക്കുമ്പോൾ ഇവിടെ അറബി ഭാഷയിൽ നിങ്ങൾക്ക് കണ്ടുപരിച്ചുകൊണ്ട് എന്ന് എഴുതി വെച്ചായിട്ട് കാണാം അല്ലെ? കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നിൽക്കവിടെ, അതാണ് തൗഖീഫിയ്യ. അഥവാ ഖുർആനിന്റെ മുമ്പിൽ നിൽക്കുക, ഹദീസിന്റെ മുമ്പിൽ നിൽക്കുക, അത് പറഞ്ഞതുപോലെ ചെയ്യുക, അത് പറഞ്ഞതിനപ്പുറം വിട്ട് കിടക്കാതിരിക്കുക, അതാണ് അൽ ഇബാദാത്തു തൗഖീഫിയ്യ. അപ്പോൾ അതിന് വിട്ട് കിടക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മതത്തിൽ കൈകടത്തലായി മാറുക. അപ്പോൾ അള്ളാഹ്ക്ക് ദേഷ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ അടുക്കലേക്ക് അവന്റെ അനുയായികൾ വന്നിട്ട് ഇന്നാളെ കൊണ്ട് കക്കാൻ പ്രേരിപ്പിച്ചു, ഇന്നാളെ കൊണ്ട് വ്യഭിചരിക്കാൻ പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവന് വലിയ സമാധാനം വരികയില്ല. ഇന്ന് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിപ്പിച്ചു എന്ന് കണ്ടാൽ അദ്ദേഹത്തിന് ആലിംഗനം ചെയ്യുകയോ അല്ലെങ്കിൽ ഇബ്ലീസ് സമാധാനിക്കുകയോ ചെയ്യുമെന്ന് യാഖൂബ് ഇബ്നു അബീ സുഫിയാൻ അൽ-ഹസനി അദ്ദേഹത്തിന്റെ അത്താരീഖ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായിട്ട് കാണുന്നു. പറഞ്ഞു വരുന്നത്, എന്റെ ഇബ്ലീസിനറിയാം ഈ രീതിയിലില്ലാതെ ചെയ്യുമ്പോൾ ഇപ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ സന്ദർശകർ കേൾക്കാൻ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക്, അവർ അന്ത്യവിഷമം കൊള്ളുന്നതായ ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് ഹദീസ് വിറ്റാക്കാൻ വേണ്ടി തീരുമാനിച്ചു. റസൂലുള്ളാഹിന്റെ ചെറിയ വിറ്റാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ശബ്ദം പൊക്കാതെ, ശബ്ദ കോലാഹലം ഉണ്ടാക്കാതെ റസൂലുള്ളാഹിന്റെ ആ ഖബറിന്റെ പരിസരത്തിലേക്ക് ചെന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലെങ്കിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ, യാ ഇമാമുൽ മുത്തഖീൻ, അതൊക്കെ പറയാവുന്നതാണ്. റസൂലുള്ളാഹിന്റെ വിശേഷണ നാമങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ സലാം ചൊല്ലി അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് സലാം ചൊല്ലി എന്നിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇമാം നവവി പറയും പോലെ അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ മദീന സന്ദർശനം എന്ന വിഷയത്തിൽ ഉദ്ധരിച്ചതുപോലെ ആ ഖബറിന്റെ ഭാഗത്ത് തന്നെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഖിലാഫിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് വേണ്ടത് പള്ളിയിലുള്ള ഏതെങ്കിലും മുക്കിലോ മുലയിലോ ഇരുന്നിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു, റസൂലുള്ളാഹിന്റെ സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ സുന്നത്തായ വശമാണ്. ഇതൊന്നും ഇഷ്ടമില്ലാതെ എനക്കണോ ഇരുവിലേക്ക് എത്തണം. എന്നിട്ടോ ഞാൻ അവിടെ ജോലി ചെയ്തതാണ്. എവിടെ നിങ്ങളവിടെ ഇപ്പൊ സലാം പറയാൻ പോകുമ്പോൾ ഒരു മൗലവിയും ഒരു പോലീസും നിൽക്കുന്നുണ്ടല്ലോ. ആ മൗലവിയായിട്ട് 6 വർഷം വർക്ക് ചെയ്ത ആളാണ് ഞാൻ. അവിടെ നിൽക്കുമ്പോൾ കണ്ടതായ അത്ഭുതങ്ങളിൽ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ രാജ്യമാർക്ക് പലർക്കും നിർബന്ധം ആ തുർക്കികൾ കെട്ടിപ്പോയതായ ഇരുമ്പിനൊന്ന് തൊടണം, എന്നിട്ട് നെഞ്ചിത്തേക്ക് തടണം. അപ്പോൾ ആദ്യം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ യാതൊരു സമാധാനമില്ല. ആ സമാധാനമില്ല. ഇപ്പോഴാ സമാധാനം കിട്ടിയത്. എന്തുകൊണ്ട്? ഇബ്ലീസിന് ഇഷ്ടമുള്ള കാര്യമാണ്, ഇബ്ലീസിന് സ്നേഹമുള്ള കാര്യമാണ്. കാരണം നാം ആണെങ്കിൽ കന്നിക്കാരുടെ കരനെ കുറ്റുമാരും മുള്ളുപോലുള്ള കുറുക്കമ്പാവ് പോലെയുള്ള വസ്തുപൂജ വ്യക്തിപൂജ ഒഴിവാക്കിയവരാണ്. നാം വസ്തുവിനെ പൂജിക്കുന്ന ആളല്ല, വസ്തുവിനെ സ്നേഹിക്കുന്ന ആളല്ല. നാം നാമമായി ഇരുമ്പായിട്ടല്ല വന്നുള്ളത്. ഇരുമ്പ് ഇന്ന് തുർക്കികൾ കെട്ടി, നാളെ സൗദികൾ കെട്ടും, മറ്റുള്ള എന്നൊരു കാലം വന്നാൽ വേറെ ആൾക്കാർ കെട്ടും. അതായിട്ട് വരെ വന്നുകൊണ്ടോ ഒന്നുമില്ല. അതേസമയത്ത് അവിടെ നബിയുടെ സുന്നത്ത് നടപ്പാക്കുക, അതാണ് മുഖ്യം. ശബ്ദം പൊക്കാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചിട്ട് ശബ്ദം പൊക്കുന്നത് കണ്ട വിദേശിയെ പിടിച്ചിട്ട് മഹാനായ ഉമർ ശിക്ഷിക്കാൻ തീരുമാനം ബുഖാരിയിലുണ്ട്. നീ എവിടെ നിന്ന് വെച്ച് രണ്ടുപേരോട് പറഞ്ഞു, ഞങ്ങൾ മദീനയിൽ, ഞങ്ങൾ തായിഫാണ് പറഞ്ഞു. ലൗ കുന്ത മിൻ അഹ്ലിൽ മദീനത്തി ലൗ കുന്തുമാ എന്ന് റിപ്പോർട്ടുണ്ട്. മിൻ അഹ്ലിൽ മദീനത്തി ലഔജഅതുക ദർബ, നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ഞാൻ അടിച്ചിരുന്നേനെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ നിയമം നടപ്പാക്കുക, മര്യാദ പാലിക്കുക എന്നതാണ് വേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് റസൂലുള്ളാഹി പറയുന്നത്, മൻ അഹദസ ഫീഹാ ഹദസൻ, ആരെങ്കിലും വല്ല ഇതിലില്ലാത്ത ബിദ്അത്തുകൾ ഈ നാട്ടിൽ വെച്ചിട്ട് ചെയ്താൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യുന്നവർക്ക് വിസ നൽകി നാട്ടിലേക്ക് അവരെ കൊണ്ടുവന്നാൽ, അങ്ങനെയല്ല അർത്ഥം. ആവാ മുഹദിസൻ അവർക്ക് അഭയം നൽകിയ മനസ്സിലായില്ലേ? ഇപ്പോൾ അഭയം നൽകിയത് എങ്ങനെയാണ്? അല്ലേ, വിസയക്കത്തിന് വരാൻ പറ്റൂലല്ലോ. വിസ അയച്ചിട്ട് കൊണ്ടുവരാം. ആരെ? അള്ളാഹു എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പൊത്തുകളെ, എന്നിട്ട് അവരെ അവിടെ താമസിപ്പിക്കാം. അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിനെ വില വെക്കാതിരിക്കുന്ന, അള്ളാഹിനെ കൂട്ടാക്കാതിരിക്കുന്ന, അറിഞ്ഞിട്ടോ അറിയാതെയോ നല്ലത് വിചാരിച്ച് ചെയ്താലും നല്ലതാവില്ല, വടക്ക് നല്ലതാവില്ല, വെടക്കേത് നല്ല തന്നെ. അതങ്ങനെ തന്നെ അടിയറായിട്ട് മനസ്സിലാക്കണം. എന്താ പറഞ്ഞു വരുന്നത്?
أحدث فيها حدثا أو آوى محدثا فعليه لعنة الله والملائكة والناس أجمعين. അവർക്ക് അഥവാ ബിദ്അത്ത് ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ, മലക്കുകളുടെ ശാപം ഉണ്ടാവട്ടെ, മനുഷ്യന്മാരുടെ ശാപം ഉണ്ടാവട്ടെ. ആരായി പറയുന്നത് കൂട്ടരെ? നമ്മുടെ മുമ്പിൽ അധിനിമിഷം കൊള്ളുന്ന, നമ്മുടെ കണ്ണിലുണ്ണിയായ, നമ്മുടെ കരളായ, നമ്മുടെ ഹൃദയമായ, നാം അങ്ങേയറ്റം വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടന്നു കിട്ടണമെന്ന് നിർബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. അവർക്ക് ഒരവസരത്തിൽ രാത്രി നിന്ന് പ്രാർത്ഥിക്കാൻ കരിയന്നെ ജിബ്രീൽ അല്ലാഹു അയച്ചു എന്ത് വേണമെന്ന് ചോദിക്കാൻ ഒരായത്ത് മാത്രം ഓതി പ്രാർത്ഥിച്ച രംഗം പറയുന്നുണ്ട്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. വഇൻ തുഅദ്ദിബുഹും നിങ്ങൾ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളാണ് അവർ. ആര്? ലോക ക്രിസ്ത്യാനികൾ പരലോകത്തിലേക്ക് വരുമ്പോൾ മഹ്ശറയിൽ ഏറ്റവും ബഹുഭൂരിപക്ഷം റസൂൽ പറയുന്നു, ഭൂമിയിൽ ജീവിക്കുന്നവർ ഏറ്റവും ബഹുഭൂരിപക്ഷം അവസാന കാലമാകുമ്പോൾ ക്രിസ്ത്യാനികളായി മാറും. ഖുർആനിൽ അതിന്റെ സൂചനയുണ്ട്. സൂറത്തുൽ ബഖറയിൽ ക്രിസ്ത്യാനികളായി മാറും. അത് നാം കണ്ടു അല്ലെ? കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ക്രിസ്ത്യാനികൾ പരലോകത്തിൽ വരുമ്പോൾ ബഹുഭൂരിപക്ഷം ശിർക്ക് ചെയ്യുന്ന മുഹമ്മദ് ഉമ്മത്തിനെ കുറിച്ചല്ല, ബഹുഭൂരിപക്ഷം കാണാം. ഈ ബഹുഭൂരിപക്ഷത്തെ കാണുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇവരോട് നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈസേ നിങ്ങൾ പറഞ്ഞോ? നിങ്ങളുടെ ഉമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈസ നിങ്ങളോട് പറഞ്ഞോ? നിങ്ങൾ അവരോട് പറഞ്ഞോ? ഉമ്മയോടും നിങ്ങളോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈസയുടെ ഉമ്മയോടും അവരതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് പറയുകയാണ്. ആ സംഭവം അത് വിവരിക്കുകയാണ് ഖുർആനിൽ. ഇൻകാദിബും അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഇന്നഹും ഇബാദുക, നിന്റെ ശത്രുക്കൾ, നിന്റെ അടിമകളാണ് അവർ. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കും. അപ്പൊ നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ എന്ന് ആ മഹാപരാക്രമികളായ കണ്ടതും പൂജിച്ചവരായ അവരെ കുറിച്ച് മഹാനായ ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്തികളെ കുറിച്ച് ഞാനെന്ത് പറയണമെന്ന് ഓർത്തിട്ട് മഹാനായ റസൂൽ കരയാണ്. ഉമ്മത്തികളുടെ കാര്യത്തിൽ ഞാനെന്ത് പറയണം എന്ന് വിചാരിച്ചിട്ട് കരയാണ്. എന്ത് വേണമെന്ന് ചോദിക്കാൻ വന്നു റസൂല് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ ഉമ്മത്തികളുടെ കാര്യം, എന്റെ ഉമ്മത്തികളുടെ കാര്യം അതോർത്ത് കഴിയാമെന്ന്. ഇത് അള്ളാഹ്ക്ക് അറിയാം എന്താണ് ചോദ്യം, എന്താണ് മറുപടി. പക്ഷേ നിങ്ങൾക്ക് ഖിയാമത്ത് നാളെ വരെ വരുന്ന ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ചോദ്യോത്തര രീതിയാക്കി മാറ്റുന്നത്. മറുപടി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ട് മറുപടി എന്താണ്? നിങ്ങളുടെ ഉമ്മത്തികളുടെ കാര്യത്തിൽ അള്ളാഹ് നിങ്ങളെ പ്രീതിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇത് കേട്ടപ്പോൾ കാരശലമൂർത്തി അതുവരെ കാരശലനിയാണ്. അത്രയും നിർബന്ധമായിരുന്നു എന്ത്? നമ്മെ സ്വർഗത്തിൽ കടന്നു കിട്ടണം എന്ന്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹ് പ്രീതിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ട് മറുപടി കിട്ടി. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശിർക്കില്ലാതെ തൗഹീദോട് കൂട്ടി മരിക്കുന്ന ഉമ്മത്തുകളെ അള്ളാഹ് രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. എന്റെ ഉമ്മത്തുകൾ ശിർക്കില്ലാതെ തൗഹീദോട് കൂടി മരിക്കുന്ന മമ്മാത വഹുവ യഅബുദു ഗൈറല്ലാഹ് വഹുവ യദ്ഉ ഗൈറല്ലാഹ് വഹുവ ഫിന്നാർ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിച്ച് മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിലാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവന് എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാം. പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ശതമാനം അനുസരിച്ചിട്ട് നരകത്തിൽ കിടക്കേണ്ടി വരും. എന്നാലും സ്വർഗം നഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഈ മഹാവാക്യമാകുന്ന തൗഹീദ് ഇല്ലാത്തവർക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ശിർക്ക് ചെയ്തവർക്ക് എന്റെ ശഫാഅത്തില്ല എന്ന്. ഇത് വളരെ ഗൗരവത്തോടു കൂടി ഗൗനിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സന്ദർശകർ മനസ്സിലാക്കണം. കാരണം നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഇതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ലക്ഷങ്ങള്, ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്നവരെ, മുസ്ലിങ്ങളുടെ പേരിൽ ജീവിക്കുന്നവരെ കാനേഷ്മാരി മുസ്ലിങ്ങളെ കാണാം. അവരൊക്കെ ഈ രാജ്യത്തിലേക്ക് എത്തിക്കുക, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുക, അവർക്ക് സത്യം എത്തിച്ചു കൊടുക്കുക. ഡോസ് കുറച്ചിട്ടാണെങ്കിലും നമ്മുടെ ബാധ്യതയാണ്. അത് മറക്കരുത്. മക്ക ഇമാം ഖുത്ബ ഓതിയപ്പോൾ ഇന്നത്തെ മക്ക ഖുത്ബയിൽ അള്ളാഹു ഒപ്പിച്ചിരുന്നിരുന്ന ആഫിയത്ത്, ആരോഗ്യം മഹാനേട്ടമാണെന്ന് പറഞ്ഞു. ആ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകലാണ് നാം കാണുന്നതായ
കാണുന്നതായ പ്രയാസങ്ങൾ, മുസ്ലിങ്ങൾക്ക് സിറിയ പോലത്തെ നാടുകളിൽ ആഫിയത്തില്ലെങ്കിൽ, സുരക്ഷിതത്വമില്ലെങ്കിൽ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി, ഒരാള് സുരക്ഷിതത്തോടു കൂടി ജീവിക്കാനുള്ള സൗകര്യമുണ്ടായി, മുആഫൻ ഫീ ബദനിഹി, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പരിപൂർണ്ണ ആരോഗ്യം, കിഡ്നിക്ക് രോഗമില്ല, കിഡ്നി രണ്ടും വർക്ക് ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇഞ്ചിലൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ മുമ്പിലില്ലേ? ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയി നോക്കണം. വെറും ഇഞ്ചിലൂടെ മാത്രം ജീവിക്കുന്നവർ നമ്മുടെ മുമ്പിലുണ്ട്. കിഡ്നി മാത്രമല്ല, വേറെ പല രോഗത്തിലും സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവരെങ്ങനെ നോക്കിയിട്ട് അൽഹംദുലില്ലാഹ് ഇങ്ങനെ കണ്ണിനെ വീക്ഷിക്കുക, കണ്ണിനെ ശ്രദ്ധിക്കുക, കാതിനെ ശ്രദ്ധിക്കുക, നാക്കിനെ ശ്രദ്ധിക്കുക. എന്തായി പറയുന്നത്, എന്തായി ചെയ്യുന്നത്, എത്ര അനുഗ്രഹത്തിലാണ് ഞാൻ കൂടിക്കൊണ്ടേയിരിക്കുന്നത്, എത്ര അനുഗ്രഹമാണ് റബ്ബ് നൽകിയത്. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഒരു അവകാശം റബ്ബിനോട് എനിക്ക് പറയാനില്ലല്ലോ. ഞാൻ കൂടുതൽ നമസ്കരിച്ചാളല്ല, ഞാൻ കൂടുതൽ നോക്കാളല്ല, ഞാൻ കൂടുതൽ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച അല്ലാഹുവിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച ആളല്ല, ഞാൻ പാപം ചെയ്ത ആളാണ്. അത് എന്നിട്ടും അല്ലാഹു എനിക്ക് ഈ അനുഗ്രഹമാകുന്ന ഈ ആഫിയത്ത് തന്നല്ലോ എന്ന് ഓർക്കുക. അതാണ് ഈ അനുഗ്രഹത്തെ കുറിച്ചാണ് മക്ക ഇമാമിൽ ഉണർത്തിയത്. ആ അനുഗ്രഹം അതാണ് ആഫിയത്ത്. ആ ആഫിയത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മദീന ഇമാമ് നിങ്ങൾ നേരിട്ട് കേട്ടതായ പ്രസംഗത്തിൽ എന്താണ് നിങ്ങൾ കേട്ടത്? നിങ്ങൾ ഏകദേശം അവധിയൊക്കെ മനസ്സിലാക്കി സ്ത്രീയിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് മഹാപ്രയാസത്തിൽ, മഹാപട്ടിണിയിൽ, വീടില്ല, നാടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ 0 താഴെ 10, 20, 25, 30 അത് അപ്പുറമുള്ള തണുപ്പാണ് ഇവിടെ. 0 താഴെ, സൗദി അറേബ്യയുടെ അകത്ത് 0 താഴെ വളരെ ചുരുക്കം. തബൂക്ക് പോലെ നാട്ടിലാണ് ഉണ്ടാവാൻ, റിയാദിൽ ഉണ്ടാവാൻ 1-2. ഇപ്പോൾ അതല്ല. അവിടെ ഏത് സമയത്തും ഇപ്പോൾ ഈ തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ വരേക്കും ബോംബിനെ പേടിക്കേണ്ടി വരും, അക്രമത്തെ പേടിക്കേണ്ടി വരും, പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. സ്വന്തം കെട്ടിയ പെണ്ണിനെ മുമ്പിൽ നിന്ന് വിരിച്ചു കൊണ്ടുപോകപ്പെടുന്നു, അഭിമാനത്തെ പിച്ച് ചെയ്തപ്പെടുന്നു, കണ്ണുകൊണ്ട് കാണേണ്ടി വരും. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട്? ഓരോരുത്തരും അവരല്ല, അവരങ്ങനെ തന്നെയാണ് എന്നും പറയുന്നത്. മുസ്ലിം അൽ മുസ്ലിം മുസ്ലിം കൽബുനിയാ യശുദ്ദു ബഅദഹു ബഅദാ വശബ്ബക ബൈന അസാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒരു ഇങ്ങനെയാണ് യശുദ്ദു ബഅദഹു, ഒരു കെട്ടിടം പോലെയാണ്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് താങ്ങും തണലാവും പോലെ ഓരോ മുസ്ലിം മറ്റൊരു മുസ്ലിമിന് താങ്ങും തണലുമാകണം എന്നതാണ് ഇന്ന് മക്ക ഇമാം, മദീന ഇമാം ചർച്ച ചെയ്ത വിഷയത്തിന്റെ റിസൾട്ട്. അഥവാ അവർക്ക് നമ്മിലൂടെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യണം. അവർ എങ്ങനെയാണ് അപകടത്തിലേക്ക് എത്തിയത് എന്നത് ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എത്തുന്നതിന് മുമ്പ് നോക്കേണ്ടത് എത്താൻ എത്തി, ഇപ്പോൾ എത്തിയതിനു ശേഷം നോക്കേണ്ട കാര്യമാണ്. അതെന്താണ്? അവർ രക്ഷിക്കാം, അവർ മുസ്ലിങ്ങളാണ്, അവരെ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ് എന്ന പേരിലാണ്, അവർ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയവരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവരെ ഇസ്ലാമിന്റെ ശത്രുക്കളാവുന്ന അള്ളാഹു ഇല്ല എന്നിവരേക്കും വിശ്വസിക്കുന്ന വിഭാഗം കൂട്ടത്തിലുണ്ട്. അള്ളാഹു അതിനെ വിജായനാകട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളെ വിജയകരമാക്കി മാറ്റട്ടെ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കട്ടെ. നമ്മുടെ കല്യാണം കഴിയാത്തതായ നമ്മളിലുള്ളതായ കുട്ടികൾക്ക് ഇണകളെ സാലേഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ, സാലേഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ, സാലേഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ. അവരുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തെ വിജയകരമാക്കി മാറ്റുമാറാകട്ടെ. നമ്മളിട്ട് മരണപ്പെട്ടവർ പുറത്തു കൊടുക്കട്ടെ. നാം മരിക്കുമ്പോൾ നമുക്കും അള്ളാഹു മാഫി ചെയ്തുമാറാവട്ടെ. നമ്മളുടെ രോഗത്തെ സുഖപ്പെടുത്തട്ടെ. നമുക്കും ആരോഗ്യത്തോടുകൂടി മരണം വരെ ജീവിച്ച് ഈ മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സേവനം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من اراد الاسلام والمسلمين سوءا فاشغله بنفسه. اللهم من اراد بلاد الحرمين وقادة بلاد الحرمين سوءا اللهم فاشغله بنفسه واجعل تدبيره يا رب العالمين. اللهم قل حدهم واقل عددهم. اللهم لا تبلغهم الاعمال. اللهم انصر من نصر الدين وخذل من خذل الدين اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله.